മഹാന്മാരാവുന്ന തികച്ചും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങളും അവരുടെ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരൊക്കെ. മഹാനാവുന്ന ശൈഖുനാ ശംസുലമായി ഖദ്ദസല്ലാഹ് അവർ പറയലുണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച്, മൂപ്പര് ഖുത്ബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്. അപ്പോൾ അവർ ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടന, അവർ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അവരെ മശായിഖന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന ആ ശൃംഖല, അവരോടൊക്കെ സമ്മതം ചോദിച്ചതിന് ശേഷമാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ള ഈ സംഘടന. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘടന വളർന്ന് പന്തലിച്ചു. 14ഓളം പോഷക സംഘടനകളും ഓരോ പോഷക സംഘടനകൾക്കും ധാരാളം പോഷക സംഘടനകളൊക്കെയാണുള്ളത്. അപ്പോൾ ആ നിലക്ക് ഈ സംഘടന വളർന്ന് പന്തലിച്ചു. 100 വർഷം ഇവിടെ പ്രവർത്തിച്ചു ഇന്ത്യ രാജ്യത്ത്. പക്ഷേ ഏതെങ്കിലും നിലക്കുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിനെ തകർക്കണ നിൽക്കും, അല്ലെങ്കിൽ ഭീകര സ്വഭാവങ്ങളോ ഭീകരമാവുന്നതായ പ്രസ്ഥാനങ്ങൾക്ക് സഹായം ചെയ്യുന്ന സ്വഭാവങ്ങളോ അല്ലെങ്കിൽ അത് തീവ്രതയുടെ ഏതെങ്കിലും നിലക്കുള്ള മോശമായ സ്വഭാവം, ഇതൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് ഈ കാലഘട്ടം വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റ് ഭരണാധികാരികളും നിയമപാലകരൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുകയും അത് ഈ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കുന്ന സംഘടന അല്ലത്, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിൽക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ പാരമ്പര്യം ഇവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അതോടൊപ്പം ജനങ്ങളെ ആത്മീയമാവുന്നതായ സരണിയിലേക്ക് നയിക്കാൻ വേണ്ടി ഇവിടെ പടുത്തുയർത്തപ്പെട്ട ഒരു സംഘടനയാണെന്ന് അവർക്കറിയാം.